KPCC അധ്യക്ഷനായ സണ്ണി ജോസഫും UDF കൺവീനറായ അടൂർ പ്രകാശും ഉൾപ്പെടെയുള്ള പുതിയ കോൺഗ്രസ് നേതൃത്വം ഇന്ന് ചുമതലയേൽക്കും. രാവിലെ 9:30 KPCC ആസ്ഥാനത്ത് മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യത്തിലാകും ചുമതല ഏറ്റെടുക്കുക. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും നിയമസഭയിലേക്കും പാർട്ടിയെ നയിക്കുക എന്ന വലിയ ഉത്തരവാദിത്തമാണ് പുതിയ നേതൃത്വത്തിനുള്ളത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നില മെച്ചപ്പെടുത്തുക, പിന്നാലെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം പിടിക്കുക. KPCC പുതു നേതൃനിരയ്ക്ക് മുന്നിൽ മറ്റ് ലക്ഷ്യങ്ങളില്ല. സാമുദായിക സമവാക്യം പാലിച്ച് തലമുറ മാറ്റം യാഥാർത്ഥ്യമാക്കി പ്രഖ്യാപിച്ച പുതിയ നേതൃത്വം. KPCC അധ്യക്ഷനായി സണ്ണി ജോസഫ്, UDF കൺവീനറായി അടൂർ പ്രകാശ്, വർക്കിംഗ് പ്രസിഡന്റുമാരായി AP അനിൽകുമാറും PC വിഷ്ണുനാഥും ഷാഫി പറമ്പിലും. അടിത്തട്ടിൽ നിന്ന് തന്നെ പാർട്ടിയെ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. K സുധാകരൻ പ്രസിഡന്റായപ്പോൾ പ്രഖ്യാപിച്ച സെമി കേഡർ പാർട്ടി ലൈൻ തുടരുമോ, അതോ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് എല്ലാവരെയും ചേർത്ത് നിർത്തി മുന്നോട്ട് പോകുമോ എന്നതാണ് അറിയേണ്ടത്. താൻ സഭയുടെ നോമിനിയല്ല എന്ന് സണ്ണി ജോസഫ് ആവർത്തിക്കുമ്പോഴും മലയോര കുടിയേറ്റ മേഖലയിൽ ആഴത്തിൽ ബന്ധമുള്ള ആളെ അധ്യക്ഷ സ്ഥാനം ഏൽപ്പിച്ചതിൽ പാർട്ടിക്ക് കൃത്യമായ ലക്ഷ്യമുണ്ട്. ഘടകകക്ഷികളെ ചേർത്ത് നിർത്തുന്നതിനൊപ്പം തെക്കൻ ജില്ലകളിലെ ഈഴവ വിഭാഗങ്ങൾക്കിടയിൽ സ്വാധീനം ചെലുത്താനും അടൂർ പ്രകാശിന് കഴിയുമെന്നും പാർട്ടി പ്രതീക്ഷിക്കുന്നു. മികച്ച നേതൃപാടവം, സംഘാടകൻ ഇവയെല്ലാം AP അനിൽകുമാറിനെ പാർട്ടിക്കാർക്കിടയിൽ ജനകീയനാക്കും. പുതുതലമുറയെ പാർട്ടിയിലേക്ക് ആകർഷിക്കാൻ കഴിവുള്ള PC വിഷ്ണുനാഥും ഷാഫി പറമ്പിലും പാർട്ടിയുടെയും ഭാവി പ്രതീക്ഷ കൂടിയാണ്. പുനഃസംഘടന വേഗത്തിലാക്കണമെന്ന ആവശ്യവും ശക്തമായി പാർട്ടിക്കാർക്കിടയിൽ ഉയരുന്നുണ്ട്. മുൻ KPCC അധ്യക്ഷന്മാരെയും മുതിർന്ന നേതാക്കളെയുമെല്ലാം കാണുകയും ഫോണിൽ ബന്ധപ്പെടുകയും ചെയ്ത ശേഷമാണ് പുതിയ നേതൃത്വം ഇന്ന് ചുമതല ഏറ്റെടുക്കുന്നത്. എന്നാൽ MM ഹസൻ അതൃപ്തിയിൽ തന്നെയാണ്. UDF കൺവീനർ സ്ഥാനത്ത് നിന്ന് അപമാനിച്ചു പുറത്താക്കിയെന്ന വികാരം MM ഹസനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗത്തിനുമുണ്ട്. 24 തിരുവനന്തപുരം.